നമസ്കാരം. ഇന്ന് വന്നിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നത് നമ്മുടെ കസ്റ്റമർക്ക് നമ്മളുടെ സ്പെയർ ഉണ്ടോ, സ്പെയർ കിട്ടുമോ എന്നുള്ള കുറേ സംശയം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ അടുത്ത് ഇതെല്ലാം ഓൺ മാനുഫാക്ചറിങ് ആണ്. നമ്മുടെ അടുത്ത് എല്ലാ സ്പെയറും ഉണ്ട്. എല്ലാ സ്പെയറും പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഞാൻ ഫിൽറ്റർ പ്രസിൻ്റെ കാര്യത്തിൽ വരാം. ഫസ്റ്റ് വന്നിട്ട് നമ്മളെ ETP STP, അതായത് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റേതായ ക്ലോത്ത്, നമ്മുടെ BP ക്ലോത്ത് നമ്മുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് സൈസ് ചോദിച്ചാലും എത്ര സ്റ്റോക്ക് ചോദിച്ചാലും മാക്സിമം 2 days, അത്രയേ ഉള്ളൂ. മാക്സിമം 2 days നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതാണ്. അതേപോലെ ഈ PP ക്ലോത്ത് അല്ലാണ്ട് നമ്മുടെ ഓയിലിൻ്റെ ക്ലോത്ത് അതും നമ്മുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ എപ്പോൾ ചോദിച്ചാലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതും നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് സ്റ്റോക്കിനനുസരിച്ച് 2 days, അതിന് മുകളിൽ പോവില്ല. അതേപോലെ ഈ ETPയുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ETPയുടെ നമ്മുടെ ഹൈഡ്രോളിക് ഹോസുകൾ, നമ്മുടെ ഹൈഡ്രോളിക് പവർ പാക്കിൻ്റെ ഹോസുകൾ, അതിൻ്റെ പ്രഷർ കേജ്, അതേപോലെ സീൽസ്, നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ സീൽസുകളൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ അതേപോലെ സർവീസും നിങ്ങൾ അവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ തന്നെ പ്ലേറ്റിൻ്റെ സൈസ് പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് അതിനുള്ള സീൽ കിറ്റ് കൊണ്ടുവരും. എന്താ പറഞ്ഞാൽ ഫിൽറ്റർ പ്രസിൻ്റെ ഏത് സിലിണ്ടർ യൂസ് ചെയ്യുന്ന 100% നമുക്കറിയാം. അപ്പോൾ അതേപോലെ ഈ ഫിൽറ്റർ പ്രസിൻ്റെ ETP STPയുടെ ഈ ഡ്രെയിൻ ടാപ്പ് ഇത് കണ്ടില്ലേ, ഡ്രെയിൻ ടാപ്പ്, അതിൻ്റെ പിന്ന്, നമ്മൾ മാക്സിമം ഡ്രെയിൻ ടാപ്പൊക്കെ കുറച്ചാകുമ്പോഴേക്കും ആൾക്കാർ ഓപ്പറേറ്റിംഗ് പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ഡ്രെയിൻ ടാപ്പ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ റബ്ബർ വാഷറുകൾ ഇത് കണ്ടില്ലേ, ഈ റബ്ബർ വാഷറും നമുക്ക് അവൈലബിൾ ആണ്. അത് ETPയുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ നമ്മുടേതായ എക്സ്പെല്ലറിൻ്റെ വലിയ മെഷീൻ്റെ ചെക്ക് നട്ട് സെൻട്രലിൽ ഇടുന്നത് നമുക്ക് ബട്ടർഫ്ലൈ വരില്ല, മറ്റേ സിംഗിൾ സൈഡ് വരില്ല, അതിനുള്ള നട്ട്, അതായത് ചെക്ക് നട്ട് എന്ന് പറയും. ഈ ചെക്ക് നട്ട് അവൈലബിൾ ആണ്. ഇവിടുത്തെ ഭാഗമുണ്ട്. അതായത് ഫിൽറ്ററിൻ്റെ പ്രഷർ ഗേജും നമ്മുടെ അടുത്തുണ്ട്. ഓയിൽ ഫിൽറ്ററിൻ്റെ സെപ്പറേറ്റ് ഗേജാണ്. അത് വന്നിട്ട് പ്രഷറിൻ്റെ കുറച്ച് കോൺസെൻട്രേഷൻ കുറച്ച് മാറും. അപ്പോൾ അതിൻ്റെ ഇത്. അതേപോലെ ഈ നമ്മുടെ എക്സ്പെല്ലറിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് വോം സെറ്റ്, അതായത് എല്ലാ ടൈപ്പുള്ള വോം സെറ്റ് നമ്മുടെ അടുത്തുള്ള മെഷീൻ്റെ എല്ലാ വോം സെറ്റും നമ്മുടെ അടുത്ത് ഹാർഡനിങ് ചെയ്ത് അപ്പോൾ സ്റ്റോക്ക് വയ്ക്കുന്നുണ്ട്. സം ടൈമിൽ മാത്രം ഒരു അതേപോലെ ഞാൻ പറയുന്ന എല്ലാ ഈ 2 days എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് മെഷീനിങ് ഓടുന്നതുകൊണ്ടാണ് 2 days പറയുന്നത്. നമ്മൾ വാങ്ങിച്ച് നിർത്തുകയാണെങ്കിൽ ഒരാഴ്ച കഴിയും. പക്ഷെ അതുകൊണ്ടാണ് 2 days എന്ന് പറയുന്നത്. ഞങ്ങളെ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ 2 days പറയുന്നത്. അതേപോലെ ഇതിൻ്റെ സെൻട്രൽ ഗിയർ ഷാഫ്റ്റ് ഇതെല്ലാം നോക്കണം. ഇതെല്ലാം ഓൺ മാനുഫാക്ചറിങ് ആണ്. എല്ലാം മെഷീനിങ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗിയർ കണ്ടില്ലേ, ഗിയർ ടീത്ത് കട്ടിങ് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഇവിടെ ടീത്ത് കട്ട് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ 5 വോൾട്ടിൻ്റെ കോൺ സെറ്റ്, കോണ്, അതേപോലെ 3 വോൾട്ടിൻ്റെ കോൺ സെറ്റായിട്ടാണ് ഞങ്ങൾ അസംബിൾ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് എപ്പോൾ നമുക്ക് ചോദിച്ചാൽ എല്ലാ സ്പെയറും ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ വല്ല ഇരുമ്പ് എങ്ങനെ പോകുമ്പോൾ മാത്രമേ ഇതൊക്കെ ഡാമേജ് ആവുള്ളൂ. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതാണ് நிறைய പേര് ഈ ചോദിക്കുന്നത് തന്നെയാണ്, നമ്മുടെ സ്പെയർ കിട്ടുമോ, സ്പെയർ എങ്ങനെയാണ് അവർ തരുക, ഇല്ല ഒരു സംശയം ഉണ്ടാവും. ഇതെന്തായാലും അതില്ല. ഇത് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം ഇതിൻ്റെതായ സ്പെയറുകളാണ്, കംപ്ലീറ്റ് സ്പെയറുകളാണ്. പുള്ളി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഏത് ടൈപ്പിൽ നമ്മുടെ കൊടുത്ത പുള്ളി ഏതാണ്, ഡാമേജ് ആയോ എന്തെങ്കിലും ആണെങ്കിലും നമ്മുടെ അടുത്ത് അപ്പം തന്നെ അവൈലബിൾ ആണ്. നെറ്റ് ടൈറ്റിങ് നട്ട് ഇതെല്ലാം. അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ പ്ലേറ്റ് വന്നിട്ട് എനിക്കിപ്പോൾ 7 പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ 2 പറഞ്ഞാൽ നമ്മളടുത്ത് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. 2 days നിങ്ങൾക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരുന്നതാണ്. ഈ സ്റ്റോക്കുകൾ 14 ഇഞ്ച്, 18 ഇഞ്ച്, 24 ഇഞ്ച് എല്ലാ ടൈപ്പുള്ള പ്ലേറ്റും നമ്മുടെ അടുത്ത് SS-ൻ്റെ അവൈലബിൾ ആണ്, PP-യുടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്പെയറിൻ്റെ ഒരു സംശയം വേണ്ട. ഈ എല്ലാ ടൈപ്പിലുള്ള സ്പെയറും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതേപോലെ ഞങ്ങൾ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഓൺ മാനുഫാക്ചറിങ് ആണ്. ഞങ്ങൾ വാങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോളിക് ഹോസ്, മോട്ടർ, പുള്ളി, ബാരിങ് മാത്രമേ ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നു. ബാക്കി എല്ലാവരും ഇതേപോലെ മെഷീനിങ് ചെയ്ത് നമ്മൾ വയ്ക്കുന്നതാണ്. വേണ്ടേ ഇതൊക്കെ നമ്മൾ മെഷീനിങ് ചെയ്ത് ഇവിടെ എടുക്കുന്നതാണ്. നമ്മുടെ ലേറ്റ്, അതിൻ്റെ CNC-യുടെ ഇതെല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. സോ സ്പെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. എനി ടൈം നമ്മുടെ സ്പെയർ ഉണ്ട്. അതുപോലെ സർവീസ് പേഴ്സണും ഉണ്ട്. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും മാക്സിമം 1 day നമ്മളുടെ പേഴ്സൺ അവിടെ അവൈലബിൾ ആണ്. ഈ സ്പെയറിനും തോന്നിയിട്ട് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് സ്പെയറിലേക്ക് ഒരു സംശയം വേണ്ട. എന്താണെങ്കിലും ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ വിളിച്ച് അതിനുള്ള റെസ്പോൺസ് തരും. ഇതേപോലെ ഇപ്പം നമ്മൾ ഈ വീഡിയോ അങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ട് കഴിഞ്ഞു, അടുത്ത ഇതേ വീഡിയോ അടുത്ത കമ്പനിക്കാരിടും. അതും നോക്കിക്കോളൂ. നമ്മുടെ ഈ ഇത് എങ്ങനെയാണോ അവരെങ്ങനെ ഇടുന്നുണ്ടെന്ന് നോക്കിക്കോളൂ. എന്താ പറഞ്ഞാൽ ഇതിന് ഒരു കമ്പയർ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരു കോമ്പിനേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു, കോമ്പറ്റേഷൻ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സെറ്റപ്പ് പോലെ തന്നെ ഒരു ഇത് വരും മറ്റുള്ള ആളുകൾ. പക്ഷെ അതിൻ്റെ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഇതെല്ലാം നമ്മൾ
നമ്മുടെ കമ്പനിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഐറ്റംസാണ് നമ്മുടെ കമ്പനിയിൽ ഓടിക്കുന്നത്. നമസ്കാരം.